നമ്മുടെ ഓണസദ്യയിൽ അധികമൊന്നും കയറി വരാതെ ഒന്ന് ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു പുള്ളിക്കാരനാണ് ഇത്. എന്നാൽ ഇതിങ്ങനെ സ്വാദോടു കൂടി നമുക്ക് ഓണസദ്യയിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കിയാലോ. ഹബാരി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിജിടി ക്രൻസ്. ഇതിൻ്റെ അരിയൽ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടാവും, ഇത് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള സംഭവമാണല്ലോ എന്ന്. സംഭവം ഒരു ഏകദേശം അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. നമ്മുടെ വൈറൽ റെസിപ്പി ആയിരുന്നുള്ള ഒരു മീനിൻ്റെ പോലെയൊക്കെ അരിഞ്ഞിട്ട് കുടംപുളിയൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മുടേതായ രീതിയിലൊന്ന് മാറ്റി ഞാൻ ചിന്തിക്കാൻ നോക്കിയതാണ് ഈ സംഭവം. സത്യത്തിൽ നമ്മൾ കുടംപുളി ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ, ഒന്നും ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ നല്ല നാടൻ പാവയ്ക്ക, അത് നല്ല നീളത്തിൽ മീൻ കഷ്ണം പോലെ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ ഈ കയ്പ്പ് നീരൊക്കെ അത്യാവശ്യം കളയാൻ പറ്റുന്ന അത്ര കളയാം. പക്ഷെ പൊട്ടി പോകാതൊക്കെ സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. പൊട്ടി പോയാലും ഇപ്പം ഇത്ര കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, ഇതാണ് ഇതിന് ആവശ്യമുള്ള മസാല എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കുരുമുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ, ഓപ്ഷണലാണ്. കൈപ്പക്കയിൽ മസാലകൾ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് നെക്കി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം മസാലകൾ ചേർക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കും. എന്നിട്ടും കയ്പ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കയ്പ്പ് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴല്ല നമ്മൾ ചേർക്കുന്നത്, അത് ഏറ്റവും അവസാനം സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ അത് ആഡ് ചെയ്യുക. നമ്മുടെ പാവയ്ക്ക് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിന്ന് 2 രീതിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരെണ്ണം നമ്മുടെ മീൻ കഷ്ണം പോലെ നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ അതിനെ ചില കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊന്നും അറിയാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തത്. എനിക്ക് ഇത് ഉണ്ടാക്കിയപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് സെറാമിക് പാനിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, പിന്നെ അടിയിൽ പിടിക്കത്തുമില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് സെറാമിക് പാൻ യൂസ് ചെയ്തപ്പോഴാണ്. നമ്മുടെ പാവയ്ക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് യോഗേർട്ട് ചേർക്കാം. അപ്പോൾ യോഗേർട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കൊരു എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ആവാനും നല്ലതാണ്. അതുപോലെ തന്നെ കയ്പ്പ് കൂടുതലാണെങ്കിൽ അതും കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. ഇതിപ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് ഏതായിരിക്കും കൂടുതൽ ടേസ്റ്റ്, അല്ലെങ്കിൽ ഏതായിരിക്കും ഉണ്ടാക്കാൻ എളുപ്പം എന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. 2ലും ഒരേ മസാലകളായതുകൊണ്ട് ടേസ്റ്റൊക്കെ ഒരു ഏകദേശം ഒരേപോലെയാണ്. പിന്നെ നമ്മൾ കുഞ്ഞിതാക്കി അരിയുമ്പോൾ അത് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്പി ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിയണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെയാ ഈ ഓണത്തിന് വെറൈറ്റി പിടിക്കാല്ലേ, ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സീ യു.